கொழுகுமலையின் சுற்றுலா வளர்ச்சிக்கு வனத்துறை சவாலாக நிற்பதாக குற்றச்சாட்டுடன் கொழுகுமலையில் ஜீப் சவாரி நடத்தக்கூடிய ஓட்டுநரின் தலைமையில் சின்னக்கானல் பஞ்சாயத்து அலுவலகம் முன்பாக தர்ணா போராட்டம் நடத்தப்பட்டது. 3 மாதங்களுக்கு ஒருமுறை ஃபிட்னஸ் உறுதி செய்துதான் கொழுகுமலைக்கு சவாரி நடத்தக்கூடிய ஜீப்புகள் அனுமதி கொடுப்பது. ஆனால் இந்த பரிசோதனையையும் முன்னிறுத்தாமல் தான் சில காரணங்கள் சொல்லி ஜீப் சவாரியிலிருந்து 40க்கும் மேற்பட்ட வாகனங்களை தடை ஏற்படுத்தியுள்ளதாகத்தான் புகார். பரிசோதனை கண்டுபிடிக்கப்பட்ட சிறிய தகராறுகளை சரி செய்து கொண்டு வருவதற்கு கூட உத்தரவு கொடுப்பதில்லை என்ற കുറ്റച്ചാട്ടും ഉയർகிறது. ഞങ്ങളൊക്കെ കൊളുക്കുമല ഓടിക്കുന്ന ഡ്രൈവർമാരാണ്. ഇന്ന് ഒരു 45 വണ്ടി നിർത്തിയായിരുന്നു. എന്നാന്ന് ചോദിക്കുമ്പോൾ ചെറിയ കല്ലൊക്കെ അടിച്ച് ടയറൊക്കെ പൊട്ടായിരുന്നു. അപ്പോൾ ഈ വണ്ടി അങ്ങനെ കാരണം കാട്ടി വണ്ടി നിർത്തിയായിരുന്നു. അപ്പോൾ ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ചിന്നക്കാനൽ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് വന്ന് ചോദിക്കുമ്പോൾ പുള്ളി പറഞ്ഞു ഇതുപോലെ അങ്ങനെ സംഭവിച്ചു, ആദ്യം ഞങ്ങളെ വിളിച്ച് പറഞ്ഞു. നേരത്തെ 2 കൊല്ലം ഓടിച്ച ഡ്രൈവർ മാത്രം മതി എന്നാണ് പറഞ്ഞായിരുന്നു. ഇപ്പോൾ ആദ്യം പറഞ്ഞു 5 കൊല്ലം വേണം, സർവീസ് ആണെങ്കിൽ 5 കൊല്ലം ഉണ്ടെങ്കിൽ മാത്രം ഓടിക്കാൻ പറഞ്ഞു. ശരി സമ്മതിക്കുമ്പോൾ PCC സർട്ടിഫിക്കറ്റ് മേടിച്ച് ചോദിക്കാൻ പറഞ്ഞു. ആ PCC സർട്ടിഫിക്കറ്റ് ഞങ്ങൾ കണ്ടി ഓടില്ല. ഈ കൊളുക്കുമല വണ്ടി ഓടുന്നത്. അപ്പം ഈ കൊളുക്കുമല ഓടുമ്പോൾ ഞങ്ങൾ ഈ PCC ഇല്ലാതെ ഞങ്ങളുടെ കയ്യിൽ ലൈസൻസ് ഉണ്ടല്ലോ, അത് ചോദിച്ചാൽ പോരെ, PCC സർട്ടിഫിക്കറ്റ് മേടിക്കുന്നു പറഞ്ഞു. ഇതൊക്കെ മേടിച്ച് വരുമ്പോൾ ഇങ്ങനെ ഒരു വലിയ ഒരു സത്തായിട്ട് പ്രശ്നത്തിൽ പോകും. ഈ കൊളുക്കുമല നമ്പിയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഇത് ഇങ്ങനെ നിർത്താനുള്ള സമാധാനം ആകുകയാണെങ്കിൽ ഇത് ഇച്ചിരി വലിയതായിട്ട് മുമ്പോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. 180க்கும் மேற்பட்ட ஜீப்புகள் தான் கொழுகுமலையில் சர்வீஸ் நடத்துவது. பல்வேறு துறைகள் ஓட்டுநர்களின் சங்கமம் சேர்ந்து முன்பு பல தீர்மானங்களும் எடுத்ததும் ஓட்டுநர்களுக்கு தெரியாமல் என்ற குற்றச்சாட்டும் உயர்கிறது. 2 வருடம் டிரைவிங் எக்ஸ்பீரியன்ஸ் வேண்டும் என்று தெரிவிக்கும் போதும் தற்பொழுது அது 5 வருடமாக மாற்றியுள்ளனர். உரிமையாளர் இல்லாமல் வாகனத்தை ஓட்டக்கூடாது என்ற உத்தரவும் முன்வைக்கப்பட்டுள்ளதாக ஓட்டுநர்கள் தெரிவிக்கின்றனர். இதைத் தொடர்ந்து ஏராளமான குடும்பங்கள் தங்களின் வாழ்வாதாரத்தை இழந்து தவிக்கின்றனர். ഞങ്ങളെല്ലാം കൊളുക്കുമലയ്ക്ക് ഓടിക്കുന്ന ഡ്രൈവർമാരാണ്. അതായത് കൊളുക്കുമല ഓടിക്കുന്ന ഡ്രൈവർമാരെന്ന് പറഞ്ഞാൽ വെറുതെ അല്ല, ഞങ്ങളിപ്പോൾ 4ാമത്തെ 5ാമത്തെ ജനറേഷനൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു എക്സ്പീരിയൻസ് ഇല്ല എന്ന് പറഞ്ഞ് കഴിഞ്ഞ ജൂൺ 2-ാം തീയതി ഒരു 43 പേരെ നിർത്തിച്ചു. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 വർഷം എക്സ്പീരിയൻസ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം ഈ കൊളുക്കുമല TTPC ആയിട്ട് ബന്ധപ്പെട്ട് ഒരു 5 വർഷമായിട്ടുണ്ട്. 5 വർഷം അന്ന് ഒരു SAP ഉണ്ടാക്കിയത് 2 വർഷം മേലിലുള്ളവർ ഓടിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഒരു നിയമം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ തിരക്കില്ലാത്ത സമയത്തിൽ ഈ നിയമം വരും, എന്ത് എക്സ്പീരിയൻസ് വേണം, എക്സ്പീരിയൻസ് ഇല്ലാത്തവർ ഓടിക്കാൻ പറ്റില്ല. തിരക്കാകുമ്പോൾ ഈ എക്സ്പീരിയൻസ് ഒന്നും വേണ്ട, ആർക്ക് വേണമെങ്കിലും ഓടിക്കാം, ഒരു ചോദ്യം കാണില്ല, ഒന്നുമില്ല. പിന്നെ ഞങ്ങളെല്ലാവരും ഇപ്പോൾ പറഞ്ഞല്ലോ, ഒരു 1.5 മാസമായിട്ട് ഇവിടെ കുറേ പേര് വീട്ടിലിരിക്കുക, അവർക്ക് വാൽവാധാരം ഇല്ല. കുറേ പേര് അച്ഛനില്ലാത്തവരുണ്ട്, അമ്മയില്ലാത്തവരുണ്ട്. ഞങ്ങളെല്ലാവരും എസ്റ്റേറ്റിൽ ജനിച്ചു വന്ന മക്കളാണ്. ആർക്കും ഇവിടെ കോടിക്കണക്കിന് സ്വത്തൊന്നും ആർക്കും ഇല്ല. ഞങ്ങൾ ഈ വണ്ടി ഓടിച്ചിട്ടാണ് ദിവസം കഞ്ഞി കുടിച്ച് പോണത്. ഞങ്ങൾക്ക് സ്ഥിരമായിട്ട് ഒരു പ്രശ്നമില്ലാത്ത രീതിക്ക് ആദ്യം പറഞ്ഞതുപോലെ ഈ 2 വർഷം ഉള്ളവർ ഓടിക്കണമെന്ന് പറഞ്ഞ് ആദ്യം നിയമമുണ്ട്, നിയമത്തിലുള്ള SOP എഴുതിയിട്ടുണ്ട്. ആ നിയമം നടപ്പിലാക്കി ഞങ്ങളെല്ലാവരും ജീവിതമാർഗം ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞ് കാര്യം പറയുന്നു. പിന്നെ വേറെ പുറത്തുനിന്ന് പറയുന്നവർ കേട്ടുണ്ട്. ഒന്ന്, നമുക്ക് മെയിനായിട്ടുള്ള ടൂറിസം ആനേർഗൽ ഡാം ബോട്ടിങ് നിർത്തിച്ചു. ഒന്ന്, പിന്നെ ഈ കൊളുക്കുമല നിർത്താൻ വേണ്ടിയാണ് ഈ പണിയൊക്കെ ചെയ്യുന്നത്. ഞങ്ങൾക്ക് കൊളുക്കുമല നിർത്തിപ്പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വാൽവാധാരമില്ല. 196 വണ്ടിയുണ്ട്. അതില്ലാതെ മൊത്തത്തിൽ 225 വണ്ടിയുണ്ട് ഇവിടെ ജീവിക്കാൻ വേണ്ടി. എല്ലാം ഞങ്ങൾ ആദ്യം പറഞ്ഞു 4ാമത്തെ ജനറേഷനാണ്, 5ാമത്തെ ജനറേഷനാണ് ഇവിടെ ജീവിക്കുന്നത്. சின்னக்கானலின் சுற்றுலா வளர்ச்சியை தடை செய்வதற்காகத்தான் இதுபோன்ற ஓட்டுநர்களுக்கு அனுமதி மறுக்கப்படுவதாகும் பஞ்சாயத்தின் குற்றச்சாட்டு. ஆணையரங்களில் போட்டிங் சேவை சிறிய காரணங்களால் தடை ஏற்படுத்தப்பட்டது. கொழுகுமலை சுற்றுலாவுக்கு எதிராகவும் இதுபோன்ற நடவடிக்கையை மோட்டார் வாகனத்துறை எடுத்து வருவதாகத்தான் குற்றச்சாட்டுக்கள் உயர்கின்றன. மோட்டார் வாகனத்துறை தடை செய்த அனைத்து வாகனங்களும் வரும் நாட்களில் സർവീസ് നടത്തും എന്ന് പഞ്ചായത്ത് தெரிவித்துள்ளது. ഇതിപ്പോൾ 8 മാസമായിട്ട് ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ ഇവിടെ നിലനിന്നുകൊണ്ടിരിക്കുകയാണ്. 8 മാസമായിട്ട് നമ്മൾ ഇതിൻ്റെ ആദ്യം ഒരു SOP ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. അത് പ്രകാരം ഒന്ന് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു കമ്മിറ്റി വിളിച്ചിട്ട് 8 മാസമായിട്ട് ഈ കമ്മിറ്റി നടക്കുന്നില്ല. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മളിങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ MLAക്ക് അതിൻ്റെ സമയക്കുറവാന്ന് പറഞ്ഞ് 3 പ്രാവശ്യം അങ്ങനെ കമ്മിറ്റി മാറ്റി വയ്ക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അതിൻ്റെ ഇടയ്ക്ക് കഴിഞ്ഞ ദിവസം ചെക്കിങ് ഇതൊക്കെ എക്സ്പീരിയൻസ് ഇല്ല എന്നുള്ളൊരു തീരുമാനപ്രകാരം 45 പേരെ ആദ്യം റിജക്റ്റ് ചെയ്ത് നിർത്തിയേക്കുമായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം എന്തോ ചെക്കിങ്ങിൽ ഫോൾട്ട് കണ്ടിട്ട് ഒരു 46 പേരെയും കൂടെ പിന്നെ ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ അവരെല്ലാം ഇന്ന് രാവിലെ തന്നെ വന്നിട്ട് അവർ ഉപജീവന മാർഗ്ഗം ഇത് വെച്ചാണെന്നും പറഞ്ഞ് പഞ്ചായത്ത് ഓഫീസിൽ വരികയൊക്കെ ചെയ്തു അവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ആ ഫയൽ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ആദ്യത്തെ നമ്മുടെ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനപ്രകാരം SOP തയ്യാറാക്കുന്നതിന് മുമ്പേ ആ ഫയൽ എഴുതിയേക്കുന്നത് 2 വർഷം എക്സ്പീരിയൻസ് മതി എന്നുള്ളവരാണ്. എങ്കിൽ നിലവിൽ ഇവരെല്ലാം ഇപ്പോൾ ഈ വണ്ടി ഓടിച്ച് 2 വർഷമല്ല 5 വർഷം കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ രീതിയിലും കൂടി തന്നെ ഡ്രൈവിംഗ് പഠിച്ച് ഇവർ ഓടിച്ച് ഉപജീവനമാർഗ്ഗം നടക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വരുന്നത് കൊണ്ട് നിരന്തരം പഞ്ചായത്തിന് ഇതൊരു ബുദ്ധിമുട്ടായിട്ടിരിക്കുകയാണ്. ഏതായാലും കമ്മിറ്റി കൂടുന്നവരെ ഇവർ നിരന്തരം ഓടിച്ച ഡ്രൈവർമാരെല്ലാം നാളെ മുതൽ വണ്ടി അങ്ങ് ഓടിച്ച് അവർ ഉപജീവനമാർഗ്ഗത്തിന് തടസ്സമില്ലാണ്ട്
ഇവിടെയുള്ളവർ ജീവിക്കട്ടെ. മറ്റ് മേഖലകളിൽ എന്തോ ഇതിൻ്റെ പിന്നിൽ എന്തോ ഗൂഢ ഉദ്ദേശങ്ങളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ ഒരു ബോട്ടിംഗ് വരെ നിർത്താനായിട്ട് മറ്റുള്ള ഡാമുകളെല്ലാം വരിച്ചു നോക്കി. റിസർവ് വനത്തിൽ ഇരിക്കുന്ന തേക്കടി പോലും ബോട്ടിംഗ് നടത്തുന്നുണ്ട്. നമ്മുടെ ചിന്നക്കനാൽ പഞ്ചായത്തിൽ ആ ബോട്ടിംഗ് ആദ്യം നിരോധിച്ചു കളഞ്ഞു. അതുപോലെ ആ ഏക ആശ്രയം ടൂറിസ്റ്റിനെ ആശ്രയിക്കുന്ന ഒരു സ്ഥലം കൊളുക്കുമല മാത്രമാണ്. ആ കൊളുക്കുമലയിൽ ഇപ്പം ഇങ്ങനെ ഡ്രൈവർമാർ പോകാൻ പാടില്ലാത്ത രീതിയിൽ നിരന്തരം തടസ്സമുണ്ടാക്കി. എങ്കിൽ ഇതുവരെ ഒന്ന് ശ്രദ്ധപ്പെടേണ്ട കേസ് എന്ന് പറഞ്ഞാൽ ഇതുവരെ ഇവിടെ അപകടങ്ങളുണ്ടായി ഒരു മരണപ്പെടുകയോ മറ്റാരും ഒരു യാതൊരുവിധ പരിക്കുകൾ പോലും പറ്റാത്ത സാഹചര്യത്തിലാണ് ഡ്രൈവർമാരെല്ലാം വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവരിങ്ങനെ ദ്രോഹിക്കുന്നത് എന്തിനാണ് എന്ന് മാത്രമാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നാളെ മുതൽ ഇനി അടുത്ത കമ്മിറ്റി കൂടുന്നവരെ അടുത്ത കമ്മിറ്റിയിൽ തീരുമാനം ഉണ്ടാക്കാം. അപ്പോൾ അതുവരെ ഓടിക്കൊണ്ടിരുന്നവരെല്ലാം ഓടട്ടെ എന്ന് തന്നെയാണ് പഞ്ചായത്തിൻ്റെയും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. மோட்டார் வாகனத்துறை தற்பொழுதுள்ள நடவடிக்கை பின்வாங்க வேண்டும். ஓட்டுநர்கள் மற்றும் பல்வேறு துறைகள் சேர்ந்து உடனடியாக ஆலோசனை கூட்டம் நடத்தி தேவையான நடவடிக்கை எடுக்க வேண்டும் என்பதுதான் ஓட்டுநர்களின் தீர்மானம். நியூஸ் பீரோ ராஜகுமாரி.